കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന അങ്ങയുടെ വചനത്തിനായും കർത്താവെ നല്ല ആലോചനകൾക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനെ തുടർന്ന് ഉപയോഗിക്കണമേ. ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഇന്ന് തൊട്ട് ജനറേഷണൽ പ്രോബ്ലം, ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് തന്നെ അങ്ങയുടെ ജനത്തോട്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ വിഷയങ്ങളിലേക്ക് ആഴമായി ഇറങ്ങിച്ചെന്ന് അവരെ വിടുവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. അങ്ങയുടെ വിശ്വസ്തതയ്ക്കും അങ്ങയുടെ കാവലിനായി സ്തോത്രം. ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളത് മുഴുവനും ഞങ്ങൾ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രവയ്ക്കുന്നു. സഭയെ മുദ്രവയ്ക്കുന്നു. കർത്താവേ, ദേശത്തെ മുദ്രവയ്ക്കുന്നു. കർത്താവേ, ആഴമേറിയൊരു വിടുതലിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും അങ്ങ് തന്നെ തകർത്ത് കളയണം. എഴുന്നേറ്റ് വരുന്ന സകലത്തെയും കർത്താവ് തകർത്ത് കളയണം. യേശുവിൻ്റെ രക്തം കൊണ്ട് ആത്മമണ്ഡലത്തെ മുദ്രവയ്ക്കുന്നു. പൈശാചിക കമ്മ്യൂണിക്കേഷനുകളെ തകർത്ത് കളയും. കൃപയും ഞങ്ങളെ പൊതിയണം. ഞങ്ങളുടെ കർത്താവിൻ്റെ തിരുനാമവും അങ്ങയുടെ രക്തത്തിൻ്റെ ശക്തിയും ഞങ്ങളുടെ മീതെ ഉയരണം. മഹത്വം ദൈവം എടുക്കണമേ. സഭയെ മുറ്റുമായി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം. നമ്മൾ ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലംസ് എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോവാം. നിങ്ങൾക്ക് അടുത്ത ആഴ്ചയോട്ട് വരുമ്പോൾ ഒരു ഡയറിയും പേനായും കൂടെ കൊണ്ടുവരണം. നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. ഇന്ന് ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്തൂടെ പഠിക്കണം. എന്തുവാണ് ജനറേഷണൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് മനസ്സിലായി. കാരണം എന്നും മനസ്സിലാക്കണം. സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കി. സത്യം അറിയാതിരുന്നാലോ? ഞാൻ അല്പമേ സത്യം അറിഞ്ഞിട്ടുള്ളൂ, എനിക്ക് അത്രയേ ഉള്ളൂ വിടുതൽ. അതിനർത്ഥം സത്യം അറിഞ്ഞു എല്ലാ വിടുതലും കിട്ടിയെന്ന് അല്ലല്ല. ഓരോ അളവിൽ ദൈവത്തിൻ്റെ വചനമാണ് സത്യം, പരിശുദ്ധാത്മാവാണ് സത്യത്തിൻ്റെ ആത്മാവ്. ഇത് നമ്മളെ ആഴമായിട്ട് പഠിപ്പിക്കുമ്പം ഗ്രഹിപ്പാനും പഠിക്കാനും നമുക്കൊരു മനസ്സ് കാണും. അതിനനുസരിച്ച് ജീവിക്കാനും കൂടെ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ വിടുതലിലേക്ക് മാറുന്നത്. എന്തുവാണ് ജനറേഷണൽ പ്രോബ്ലം? ജനറേഷണൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് തന്നെ ഇതെല്ലാം കാണാൻ കേട്ടോ. മൊത്തം നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ ആഴമേറിയ വാക്യങ്ങൾ വചനത്തിൽ കൂടെ തന്നെ പറയാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രീക്വൻ്റ്ലി നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതോ, നമ്മുടെ ലൈഫിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചു മാറുന്നില്ല, പിന്നെയും പ്രാർത്ഥിച്ചു മാറുന്നില്ല, അത് മാറി പിന്നെയും വരിക, ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇതേ കാര്യം നമ്മുടെ പിതാക്കന്മാരുടെ മീതെയും മാതാക്കളുടെ മീതെയും പൂർവ്വ പിതാക്കന്മാരുടെ മീതെ സംഭവിച്ച കാര്യങ്ങൾ തന്നെ നമ്മുടെ മേൽ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ, മരുന്ന് കഴിച്ചിട്ടും സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലങ്ങൾ, ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ട് സൊല്യൂഷൻ ഇല്ല, അങ്ങനെയുള്ള വിഷയങ്ങൾ ഫ്രീക്വൻ്റായിട്ട് വരുന്നതിനെയാണ് ജനറേഷണൽ പ്രോബ്ലങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ റൂട്ടുകളുണ്ട്. അതിന് മുമ്പിൽ എന്തോ ഉണ്ട്? റൂട്ടുകൾ. ഇതെല്ലാം ഞാൻ ബൈബിളിൽ നിന്ന് കാണിക്കാം. റൂട്ടുകളുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫാമിലി ട്രീയിൽ വരുന്ന പ്രോബ്ലങ്ങൾ. എന്തുവാ ഫാമിലി ട്രീ എന്നുള്ളത് ഞാൻ പഠിപ്പിക്കാം. ഇതൊരു ഔട്ട്ലൈൻ ഇടുക. ഇങ്ങനെയുള്ളതിനെ നിങ്ങൾ മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും മാതാക്കൾക്കും പൂർവികന്മാർക്കും പറ്റിയ അതേ പ്രശ്നങ്ങളിലും മൃതത്തിലും നിങ്ങൾ കിടക്കും. അതിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഉയരാൻ പറ്റത്തില്ല. അടുത്തത്, ബൈബിൾ ഇതിനെക്കുറിച്ച്, ജനറേഷണൽ പ്രോബ്ലങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത്? പഠിപ്പിക്കുന്നുണ്ടോ? ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? നമുക്കത് കാണാം. അടുത്തത് വലിയൊരു ക്വസ്റ്റ്യനാണ്, ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവറിന് ഇതുണ്ടോ? കാരണം നമ്മൾ ഒത്തിരി ടീച്ചിങ് കേട്ടു. യേശു കർത്താവിൽ വന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതോടുകൂടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്. അവരതിന് കോട്ട് ചെയ്യുന്ന ബൈബിളിലെ 3-4 വാക്യങ്ങളുണ്ട്. അത് ഒരു വാക്യം ഇതാ: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇതാ അവൻ പുതിയതായി തീർന്നു. ഞാൻ ആ വാക്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ വാക്യം നിങ്ങൾക്ക് അടുക്കിനും ചിട്ടയ്ക്കും നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കലി പഠിപ്പിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാം എന്തോ അതിനർത്ഥമാണ്. ഇനി അടുത്ത പറയുന്ന, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന പ്രമാണം, ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നമ്മൾ ഇനി ശാപത്തിനുള്ളവരല്ല. കറക്റ്റ്. ആ വാക്കിൻ്റെ അർത്ഥം എന്തുവാന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ വാക്കുകളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇനി ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് ഈ കാണാം. ന്യൂ ടെസ്റ്റ്മെന്റിലുണ്ടോ? 1 അല്ല, 3 അല്ല, 5 അല്ല, 30 അല്ല, ഇഷ്ടം പോലെ തെളിവ് വരാം.
ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് മൊത്തം ഞാൻ അനേക കാര്യങ്ങൾ കാണിക്കാം. ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത്. അടുത്തത്, ഇങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ എനിക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? കാരണം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യണമല്ലോ, അല്ലേ? പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ എനിക്ക് ഐഡന്റിഫൈ, അങ്ങനെ ഉണ്ടെങ്കിൽ ജനറേഷൻ പ്രോബ്ലങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെ, അതിനെ എടുത്തു കളയുന്നത് എങ്ങനെ? അടുത്തത്, ഇത് വരാനൊരു സമയമുണ്ടോ അതോ എപ്പോഴും ഉണ്ടോ? ഇത് വരാനൊരു പർട്ടിക്കുലർ സമയമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു അതിനെക്കുറിച്ച് നമുക്ക് കാണാം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇനി ഹൗ ക്യാൻ ഐ ഡെലിവർ ഫ്രം ദ ജനറേഷണൽ പ്രോബ്ലം? എങ്ങനെ എനിക്ക് ജനറേഷണൽ പ്രോബ്ലങ്ങളിൽ നിന്നൊരു വിടുതൽ കിട്ടും? വിടുതൽ കിട്ടുമോ? കിട്ടും. ഞാൻ വിടുതൽ കിട്ടിയവരുടെയും അങ്ങനെ ഉള്ളവരുടെയൊക്കെ ഉദാഹരണങ്ങൾ ചിലത് പറയാം. കാരണം മൊത്തം ബൈബിളിൽ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അടുത്തത്, ഡെലിവറൻസ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇത് വരുമോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുള്ളത് ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണാം. ദൈവവചനമാണ് സത്യം, ദൈവവചനമാണ് വെളിച്ചം കൊണ്ടുവരുന്നത്, ദൈവവചനമാണ് ജീവൻ കൊണ്ടുവരുന്നത്. വചനത്തിലേക്ക് ആഴത്തിൽ അറിവിലേക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നമുക്ക് ഉയരാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു ചോദിക്കുന്ന ചോദ്യമാണ്, അത് വീണ്ടും ഇന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു, നെഹമ്യാവിനെ ഞങ്ങൾ സ്കൂളിൽ വിട്ടു. 2 ആഴ്ചയെ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് അവനെ പഠിപ്പിക്കുക. അവൻ്റെ സ്കൂളിൽ ഇന്നലെ ഞാൻ അവിടെ പോയി ഒരു പ്രീച്ച് ചെയ്തു, അവർക്ക് വേണ്ടി ഒരു സ്പീച്ച് ചെയ്തു. സോ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് അവിടെ പോയി അല്പസമയം എന്നോട് പറഞ്ഞു എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അവർ ഷോക്കാക്കുമോ? കാരണം ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചറാണ്, ഞാനും ഒത്തിരി സ്കൂളിലും കോളേജുകളിലും ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഷോക്കായി പോയി, കാരണം അവരിങ്ങനത്തെ വേർഡ് കേട്ടിട്ടില്ല. ഓക്കെ, പോട്ടെ. സോ ബൈബിളിൽ നിന്നല്ല പറഞ്ഞ്, സെക്യുലർ രീതി എന്നുള്ളത് പറഞ്ഞ് ഈ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു. അവനെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ മാത്സ് പ്രസംഗിച്ചിട്ട് പോയാൽ 1 അവർ മാത്സ് പ്രസംഗിച്ചിട്ട് പോയി, 1 അവർ ഫിസിക്സ് പ്രസംഗിച്ചിട്ട് പോയി, 1 അവർ കെമിസ്ട്രി പ്രസംഗിച്ചിട്ട് പോയി. അവന് കെമിസ്ട്രി ഫിസിക്സ് ഒന്നും ഇല്ല, പക്ഷെ ഇങ്ങനെയുള്ള ABCD പ്രസംഗിച്ചിട്ട് പോയി, 1 2 3 പ്രസംഗിച്ചിട്ട് പോയി. ഈ കുഞ്ഞിന് 1 ഇയർ കഴിയുമ്പോൾ എന്തെങ്കിലും അറിയാമോ? ഒന്നും അറിയത്തില്ല. അടുത്ത ക്ലാസ്സിലോട്ട് കയറി അടുത്ത സബ്ജക്റ്റ് പ്രസംഗിച്ചിട്ട് പോയി. ഈ കുഞ്ഞൊരു 10 വർഷം കഴിയുമ്പോഴും ഇവൻ്റെ ബുദ്ധി എവിടെ? 1ാം ക്ലാസ്സിലിരിക്കുക. ഇവൻ 1ാം ക്ലാസ്സിലെ പ്രോബ്ലം ആയിരിക്കും 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോഴും. ഇതുപോലെ പല വിശ്വാസികളും, അവർക്ക് പണ്ടത്തെ പ്രശ്നം 15, 20, 30 വർഷങ്ങൾക്ക് പുറകിലുള്ള പ്രശ്നം ഇന്നും അവർക്ക് പ്രശ്നമാണ്. സഭയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. പ്രസംഗം കേൾക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുന്ന സഭയിൽ പോകണം. ഹോളി സ്പിരിറ്റിൻ്റെ എൻകൗണ്ടറുള്ള സഭയിൽ പോകണം. അവിടെ വിടുതൽ നടക്കണം. ഈ 2 കാര്യങ്ങൾ ഒരിക്കലും മറക്കല്ല. വചനം പഠിക്കണം, 2 പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ദൈവവചനത്തിൽ കൂടെ കയറിപ്പോവുകയും പരിശുദ്ധാത്മാവിൻ്റെ എൻകൗണ്ടറിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാമെങ്കിൽ, ഞാൻ വിശ്വാസത്തോടുകൂടെ വിളിച്ചു പറയുക, നിങ്ങളിവിടെ വന്നതുപോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ആഴത്തിൽ ഉയരും. നിങ്ങളുടെ ലൈഫിനെ ആഴത്തിൽ ദൈവം പണിയും. നമ്മുടെ ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. കാരണം നമ്മൾ പ്രോബ്ലങ്ങളിൽ കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ക്ലാസ് ഇതൊക്കെ ഞാൻ എടുക്കാം. ഇന്നിത് പഠിക്കാൻ പറ്റാണ്ട് ഇഷ്ടം പോലെ വാക്യങ്ങൾ ഞാൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നതല്ല, അടുത്ത ദിവസം. ഇന്ന് ഒരു സ്ലൈഡ് സാൽവേഷൻ്റെ സിസ്റ്റം കേട്ടോ, ഇതെല്ലാം ഞാൻ പഠിപ്പിക്കാം. നമ്മുടെ ബോഡി, സോൾ, സ്പിരിറ്റ്, ഇതിൻ്റെ കാര്യങ്ങൾ എന്തുവാ, ഇതെല്ലാം ഞാൻ പഠിപ്പിക്കാം. ഫാമിലി ട്രീ ഉണ്ട്, ഇതങ്ങോട്ട് പഠിപ്പിക്കാം. ഇതൊക്കെ നിങ്ങൾ മറ്റേ ക്ലാസ്സുകൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനകത്തുള്ള നിങ്ങൾ ഒത്തിരി സ്പിരിച്വൽ മിസ്റ്ററി പഠിച്ചു അല്ലേ? ഇതുപോലെ ഫാമിലി ട്രീ എന്നൊക്കെ ഉണ്ട്, നിങ്ങളെ പഠിപ്പിക്കാം. എന്തൊക്കെയാ, എവിടെയാ നമ്മുടെ ഫാമിലി ട്രീ എന്തുവാ എന്നുള്ളത് പഠിക്കാം. ഇനി പൂർവ്വപിതാക്കന്മാരുടെ അപ്പോൾ ഇവിടെ അങ്ങോട്ട് നിർത്താം. ഇത് മാത്രം ഞാനിന്ന് പറയാൻ പോവാം. ഇത് മാത്രം പറയാനുള്ള സമയമുള്ളൂ. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് മുന്നോട്ട് പോവാം. ഒരു ചെടിയുടെ ഒരു വിത്ത് എടുത്തിട്ട്, ആ വിത്ത് നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. മാവിൻ്റെ ഒരു വിത്തെടുത്തിട്ട് പുളിയുള്ള മാവ അത് കൊണ്ടുവന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ കൊണ്ട് നട്ടാൽ അതിനകത്തൊന്ന് മാങ്ങ ഉണ്ടാകുമ്പോൾ അത് മധുരം വരുമോ, പുളി വരുമോ, കയ്പ് വരുമോ, എന്ത് രുചി വരും? പുളി തന്നെ വരും. കറക്റ്റ് അല്ലേ? ഇവിടുന്ന് കൊണ്ടുപോയി വേറെ ഏത് രാജ്യത്ത് നട്ടാലും പുളി തന്നെ വരുന്നു. ആ ട്രീയുടെ അകത്ത് എന്തോ ഉള്ളത് അതുപോലെ തന്നെ വരത്തുള്ളൂ. കറക്റ്റാണോ? അതുപോലെ വരത്തുള്ളൂ. അടുത്ത ചോദ്യം, നിങ്ങളുടെ മാതാപിതാക്കൾ, ആദ്യം ഞാൻ നിങ്ങളുടെ മാതാപിതാക്കളുടെ ചോദിക്കാം. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഫിസിക്കൽ സ്ട്രക്ചർ നിങ്ങളുടെ ലൈഫിലുണ്ടോ?
എന്തു പറയുന്നു? നിങ്ങളുടെ മാതാപിതാക്കളുടെ ഫിസിക്കൽ സ്ട്രക്ചർ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുപോലെയോ കാത് പോലെയോ മൂക്ക് പോലെയോ ഒക്കെയാണോ നമ്മളുടെയും ഷേപ്പ്? ആണോ? അപ്പൻ്റെയും അമ്മയുടെ ഫിസിക്കൽ സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? കിട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രക്ചർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ ചില കുഞ്ഞുങ്ങളെ കാണാൻ വരുമ്പോൾ മറ്റേ ആൾക്കാർ പറയും അപ്പനെ പോലെ കണ്ണ്, അമ്മയെ പോലെ മുഖം, അല്ലേ, അമ്മയെ പോലെ മുടി പറയത്തില്ലേ? അപ്പോൾ അവർ പറയും. അല്ലെങ്കിൽ പറയും വല്യപ്പനെ പോലെ, വല്യമ്മയെ പോലെ, ഇങ്ങനെയൊക്കെ പറയും. ഓരോ രീതികളിൽ പറയും. ഇപ്പം ഫിസിക്കൽ സ്ട്രക്ചർ അപ്പൻ്റെയും അമ്മയുടെയും മീതെ എന്നുള്ളത് മക്കളുടേക്ക് വരും. 2, സൈക്കോളജിക്കൽ സ്ട്രക്ചർ അപ്പൻ്റെയും അമ്മയുടെയും സൈക്കോളജിക്കൽ സ്ട്രക്ചർ നമ്മുടെ മേൽ വന്നിട്ടുണ്ടോ? സൈക്കോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മാനസികമായിട്ടുള്ള അവരുടെ സ്ട്രക്ചർ, അവരുടെ ഘടന നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചോ? ഇതൊക്കെ എഴുതി വെക്കണം. ഇതെല്ലാം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഫിസിക്കൽ സ്ട്രക്ചർ അപ്പൻ്റെയും അമ്മയുടെ എന്നുള്ള ഫിസിക്കൽ സ്ട്രക്ചർ. മക്കള്, എൻ്റെ അപ്പന് ഹൈറ്റ് ഉള്ളതാണ്, എൻ്റെ അമ്മയ്ക്ക് ഹൈറ്റ് കുറവാണ്. എൻ്റെ അപ്പന് നല്ല ഹൈറ്റാണ്. എൻ്റെ അപ്പന് ഉള്ള ഹൈറ്റാണ് എനിക്കും എൻ്റെ അനിയനും ഉള്ളത്, അല്ലേ? ഇനി അപ്പൻ്റെ ഹൈറ്റ്, ബോഡി സ്ട്രക്ചർ മാത്രമല്ല, ഒരു പക്ഷേ അമ്മയുടെ ക്യാരക്ടർ ആയിരിക്കും, ഒരു പക്ഷേ വേറെ പല കാര്യങ്ങളായിരിക്കാം. ഓരോരുത്തർക്ക് ഇപ്പം നെയ്തമോനാണെങ്കിൽ എൻ്റെ ഒരു സ്ട്രക്ചറാണ്, നെഹേമിയ മോനാണെങ്കിൽ ആഷയുടെ ഒരു സ്ട്രക്ചറാണ്. ഇപ്പം ഓരോരുത്തർ അപ്പൻ്റെയും അമ്മയുടെ ഏതെങ്കിലും ഒരു ഗുണം കിട്ടാം, കുഞ്ഞുങ്ങൾക്ക് കിട്ടാം. അപ്പം സൈക്കോളജിക്കൽ സ്ട്രക്ചർ അപ്പൻ്റെയും അമ്മയുടെ കയ്യിൽ നിന്നും ആരുടെ മേൽ വന്നിട്ടുണ്ട്? മക്കളുടെ മേൽ. നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഉണ്ട്. ഇനി അടുത്ത ചോദ്യമൊക്കെ ക്രിട്ടിക് ചോദ്യങ്ങളായിരിക്കാം. സ്നാനപ്പെട്ട പള്ളിയിൽ പോകുന്ന, വെള്ള ഇട്ട് പോകുന്ന അപ്പനും അമ്മയും അങ്ങനെയുള്ളൊരു കല്യാണം കഴിച്ചാലും അവർക്കുണ്ടാകുന്ന ഏഞ്ചൽസ് ആണോ അതോ മനുഷ്യ കുഞ്ഞുങ്ങളാണോ? അപ്പോൾ അവരുടെ സ്ട്രക്ചർ, ജഡത്തിൽ നിന്നുള്ള സ്ട്രക്ചർ ആരുടെ കാണും? അവരുടെ കയ്യിൽ ദേഷ്യവും കോപവും ഒക്കെ കാണും. പോട്ടെ, ഇമോഷണൽ പാറ്റേൺ, അപ്പൻ്റെയും അമ്മയുടെ ഇമോഷണൽ പാറ്റേൺ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മക്കളിൽ വന്നിട്ടുണ്ടോ? അവരുടെ ഇമോഷണൽ പാറ്റേൺ വന്നിട്ടുണ്ടോ? നിങ്ങൾ മിണ്ടാതെ തലപോലും ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെ ഇമോഷണൽ പാറ്റേൺ ആണ് ചിന്തിക്കാം. ചിലത് പോസിറ്റീവ് സ്ട്രക്ചറാണ്, ചിലത് നെഗറ്റീവ് സ്ട്രക്ചേഴ്സ് പാറ്റേൺസാണ്. അത് മക്കളിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് പോയിട്ടുണ്ടോ? നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്കും പോയിട്ടുണ്ട്. ഇതൊരു ഫാമിലി ട്രീയിൽ വരുന്ന കേട്ടോ. ഞാൻ നിങ്ങളുടെ തൊട്ട് പിതാവിൻ്റെയും മാതാവിൻ്റെയും കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. മേളിലോട്ട് നോക്കിയാൽ നമുക്ക് അറിയത്തില്ല. ഒരു 3 തലമുറ 4 തലമുറ പുറകിൽ പോയാൽ നമുക്ക് അറിയത്തില്ല. പക്ഷേ ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്, ആ ട്രീയിലുള്ള ബീജം, വിത്ത് എങ്ങനായിരുന്നോ അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. ആ ഫാമിലിയിലുള്ള ആ വിത്ത് എങ്ങനാണോ അങ്ങനെ വന്നേക്കുന്നത്. അടുത്തത്, അപ്പൻ്റെയും അമ്മയുടെയും സ്പിരിച്വൽ പാറ്റേൺ മക്കളുടെ മേലെ വന്നു കാണുമോ? ആത്മീക നിലവാരം, ഗുണനില, എന്തെങ്കിലും ഒരു മെച്ചം, ഒരു ക്വാളിറ്റി മക്കളുടെ മേൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ ഗുണം അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഉണ്ട്. ബൈബിള് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. തിമോഥെയോസിനോട് ഇപ്പം എന്തോ പറയുന്നത്? പൗലോസ് പറയുന്നത്, നിന്റെ വല്യമ്മയിലുള്ള വിശ്വാസം, നിന്റെ അമ്മയിലുണ്ടായിരുന്ന വിശ്വാസം നിന്നിലേക്ക് വന്നു. അപ്പം സ്പിരിച്വൽ പാറ്റേണും വരും. ഞാൻ ഇതിനെല്ലാം ദൈവവചനത്തിൽ കാണിക്കാം. സ്പിരിച്വൽ പാറ്റേൺ വരും. അപ്പം ആ സ്പിരിച്വൽ പാറ്റേൺ ഉണ്ട് കേട്ടോ. ഇനി ക്യാരക്ടർ, അപ്പൻ്റെ അമ്മയുടെ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? അത് എളുപ്പത്തിൽ പറയാം, അല്ലേ? അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം. ചില അമ്മമാർ പറയുന്നത് കേൾക്കാം, ആമക്കൾ ദേഷ്യപ്പെടുമ്പോൾ ആ അപ്പനെ പോലെ തന്നെയാണ് ഇവനും ദേഷ്യപ്പെടുന്നത്, അല്ലേ? ആ അപ്പനെ പോലെ തന്നെയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവം മക്കളിൽ വരും. നമ്മുടെ മക്കളിലേക്ക് ഇത് പോയിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങളുടെ സ്വഭാവം പോയിട്ടുണ്ടോ? കറക്റ്റല്ലേ? അവർ ദേഷ്യപ്പെടുന്നത് അപ്പം ആരുടെ സ്വഭാവമാണ്? അവർ കാണിക്കുന്ന ഈ കോപത്തിൻ്റെ സ്വഭാവമൊക്കെ ആരുടെ സ്വഭാവമായിരിക്കും? അപ്പൻ്റെയോ അവരുടെ കിട്ടുന്ന. ഓക്കെ, ഇനി രോഗങ്ങൾ പോകുമോ? അപ്പൻ്റെ അമ്മയുടെ അകത്തുണ്ടായിരുന്ന രോഗങ്ങൾ മക്കളിലേക്ക് വരുമോ? ഒരു ഹാർട്ട് റിലേറ്റഡ്, ബ്ലഡ് റിലേറ്റഡ് ഇഷ്യൂവുമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ ചെല്ലണം. ഇന്ന് DNA കുറിച്ച് പഠിക്കാനുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ട്.
നിങ്ങളൊന്ന് ചെന്ന് നോക്കണം. എന്നിട്ട് ചോദിക്കും, അവർ ചോദിക്കും, നിങ്ങളുടെ അപ്പൻ ഈ രോഗമുണ്ടായിരുന്നോ, വല്യപ്പൻ ഈ രോഗമുണ്ടായിരുന്നോ, നിങ്ങളുടെ അമ്മയ്ക്ക് ഈ രോഗമുണ്ടോ, ആ വല്യമ്മയ്ക്ക് രോഗമുണ്ടോ, ഈ ചില പാറ്റേൺ ചോദിക്കും. എന്തിനാ ചോദിക്കുന്നത്? ഇത് ജനറ്റിക് ആണോ, ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളതാണോ എന്നറിയാൻ. ആ ട്രഡീഷണൽ ആയിട്ടുള്ള രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ചില്ല. അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനേ ഉള്ളൂ. അല്ലാതെ വന്നതാണെങ്കിൽ അവർ പറയും നിങ്ങളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യും, ഇന്നത് ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കൺട്രോൾ ചെയ്തു പോവാം. പക്ഷെ മറ്റേതാണെങ്കിൽ റിവേഴ്സ് ചെയ്യാം, അതിനെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ യേശുവിൻ്റെ വചനത്തിന് നിങ്ങളുടെ രോഗങ്ങളെ തന്നെ ഇത് മൊത്തം മാറ്റാൻ പറ്റും. ഞാൻ പറയുന്ന വേർഡ് കേട്ടാൽ നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രക്ചറിനെ ഉൾപ്പെടെ തിരിച്ചു മറിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ഫിസിക്കൽ സ്ട്രക്ചർ എങ്ങനെ ഇനി തിരിച്ചു പറയുന്നത്? തിരിച്ചു മറിയും. നിങ്ങളുടെ ലൈഫിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് പോലും മൊത്തം മാറ്റി. അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്ന് ചോദ്യം ചോദിക്കാം. പക്ഷെ ഇപ്പോഴല്ല, മാറും. ദൈവം നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ആ വീട്ടിലെ അല്ലെന്ന് പറയത്തക്ക പോലെ, നിന്റെ അപ്പനും അമ്മയും നീയാന്ന് കണ്ടെന്ന് പറയത്തില്ല. നിന്റെ ലൈഫ് വചനത്താലും പരിശുദ്ധാത്മാവിലും റിന്യൂ ആകണം. എങ്ങനെ ആകണം? മൈ ഗാഡ്, റിന്യൂ ആകണം. നിന്റെ സൈക്കോളജിക്കൽ സ്ട്രക്ചറിനെ മാറ്റും. അപ്പൻ്റെ അമ്മയുടെയും ലോവർ ഗ്രേഡ് തോട്ട് പാറ്റേൺ ആയിരിക്കത്തില്ല നിന്റെ. അപ്പൻ്റെ അമ്മയുടെ സൈക്കോളജി ആയിരിക്കത്തില്ല നിന്റെ. ഹയർ റിലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ. അതിന് രണ്ടിനുമാണ് നമ്മൾ സ്തോത്രം പറയേണ്ടി. നമ്മുടെ യേശുവിൻ്റെ രക്തത്തിനാ ഉയർത്തേണ്ടത്, അല്ലേ? ഞാനിവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കർത്താവിൻ്റെ നാമത്തോട് ഉയർന്നുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം ഉയർന്നുകൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ കർത്താവ് ഉയരുക, കർത്താവ് വലിയവനാ. നമ്മുടെ വിശ്വാസത്തെ സ്റ്റെയറപ്പ് ചെയ്യുക, അല്ലേ? കർത്താവിന് ഏത് അവസ്ഥകളിലും, ഏത് അനുഭവങ്ങളിലും, ഏത് സാഹചര്യങ്ങളിലും, ഇളകി മറിയുന്ന ഏത് പ്രതിസന്ധികളിലും എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് കസേര ഇരുത്തിയല്ല. ചില സമയത്ത് ചില ഇളക്കങ്ങൾ വരുന്നതിന് നടുവിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരും, അല്ലേ? ഞാൻ നിന്നെ വിടുവിക്കേണ്ടതിന് എൻ്റെ കരം നിന്നോട് കൂടെ ഉണ്ട്. ഇത്ര ബ്യൂട്ടിഫുൾ വേർഡ് അല്ലേ? ഇത്ര ബ്യൂട്ടിഫുൾ വേർഡ്. രോഗങ്ങളെ സൗഖ്യമാക്കും. അപ്പൻ്റെ അമ്മയുടെ രോഗങ്ങളുണ്ടോ? അത് നമ്മളിൽ നിന്ന് മക്കളിലേക്ക് പോയിട്ടുണ്ടോ? ഇതെല്ലാം ക്യാൻസൽ ചെയ്യാം. ഇതിനെല്ലാം ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൻ്റെ അമ്മയുടെ അകത്തുള്ള ബ്ലെസ്സിങ് കുഞ്ഞുങ്ങളിലേക്ക് വരുമോ? വരും. അത് ഉറക്കെ പറ, വരും. നമ്മുടെ അനുഗ്രഹങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് പോകുമോ? പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ ബൈബിള് തെറ്റാന്നല്ലോ. അബ്രഹാമിൻ്റെ അനുഗ്രഹം മരിച്ചപ്പോൾ എല്ലാം തീർന്നോ? അല്ല, പുള്ളി മരിച്ചതോടെ അടക്കത്തോടുകൂടെ എല്ലാം തീർന്നു. അബ്രഹാമിനോടുള്ള നീതിയും അബ്രഹാമിനോടുള്ള അനുഗ്രഹവുമാണ് ദൈവം തലമുറകളോട് കണക്കട്ടെ. ആ അനുഗ്രഹമാണ് ക്രിസ്തുവേശുവിൽ നമുക്ക് വന്നേക്കുന്നത്. ആണോ? ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹം, പൂർവ്വ പിതാവായ വിശ്വാസികളുടെ പിതാവായ, അല്ലേ, ജഡീക സന്തതികളുടെയും ആത്മിക സന്തതികളുടെയും പിതാവായ അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് നമ്മളിലേക്ക് വന്നേക്കുന്നത്. ആണോ? ഇത് അനുഗ്രഹങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. അടുത്തത്, ശാപങ്ങൾ വരുമോ? ഈ ശാപം എന്നുള്ള ലാസ്റ്റിൽ എഴുതിയനെ, അതും ഈ ഒന്നാമത് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ പറയും വരത്തില്ല പറയാം. നമ്മുടെ മൈൻഡ് അടച്ചു കളയും. കാരണം ഇതെല്ലാം വരുമെന്ന് പറയും, പക്ഷെ ഇത് വരത്തില്ല. അതെങ്ങനെ വരാതിരിക്കുന്നത്? പോസിറ്റീവ് മാത്രമേ വരത്തുള്ളൂ, അതോ നെഗറ്റീവും വരുമോ? കേഴ്സസ്, ശാപങ്ങൾ, അപ്പൻ്റെ അമ്മയുടെ മീതെ എന്നുള്ള കേഴ്സുകൾ ഉണ്ടെങ്കിൽ മക്കളിലേക്ക് വരാം. നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്കും പോകാം. അത് ജനറ്റിക്കായിട്ട് വരാം. ബൈബിൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സാധാരണ ലെവലിൽ സോപ്പിട്ടുള്ള മെസ്സേജ് കേട്ടാൽ പറ്റത്തില്ല. വേർഡ് ഡീപ്പിൽ പഠിക്കണം. നിങ്ങൾ എഴുതിയെടുക്കും. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എൽബദയിൽ ഏജി ചർച്ചയിൽ വരുന്ന ദൈവമക്കളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതാണ്ട് ദൈവവചനം കൊണ്ട് പഠിപ്പിക്കാൻ പോവാം. ഇന്ന് നിങ്ങൾ ആരും എഴുതിയെടുക്കണ്ട. ഓരോ വേർഡിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞേക്കുന്നത് ഇതാണ്ട് എന്തുവാണ് ബൈബിൾ പഠിപ്പിച്ചേക്കുന്നത്. നിങ്ങളെ അങ്ങോട്ട് പഠിപ്പിച്ചു തരാം. ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനും കൂടെ ഈ ക്ലാസ്സുകളിൽ സമയമെടുക്കാം. നിങ്ങൾ ഒരെണ്ണം പോലും വിടല്. നോക്കിയേ, ഇത് ഇസ്രായേൽ മക്കളുടെ സ്റ്റാറ്റസ് എന്തുവായിരുന്നു? അവർ പെന്തക്കോസ്തുകാരായിരുന്നു. ഇസ്രായേൽ മക്കൾ ഒന്നാമത്തെ പെന്തക്കോസ്തുകാർ ആരാന്നറിയാമോ? ഇസ്രായേൽ മക്കൾ. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഫീസ്റ്റാ, നാലാമത്തെ ഫീസ്റ്റാ. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഞാൻ പഠിപ്പിക്കാം. അടുത്തത്
അബ്രഹാമിൻ്റെ കവനന്റിൽ വന്ന മിസ്റ്റേക്ക്. ഇസ്രായേൽ മക്കൾ എന്തിനാ 430 സംവത്സരം കിടന്ന് കഷ്ടപ്പെട്ടെ? അവർ ചെയ്തതാണോ അത് അബ്രഹാമിൻ്റെ 85-ാം വയസ്സിൽ അബ്രഹാം ചെയ്ത മിസ്റ്റേക്കാണോ? ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടുകൊണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇതെല്ലാം കാണാം. നോക്കി എത്ര നോക്കിയേ. പക്ഷെ എവിടെയൊക്കെയാണ് ഒരാളെ സ്ലേവ് ആക്കുന്നത്, എവിടെയൊക്കെ ഒരാൾ ശാപം പിടിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ പിടിക്കും. ഇത്രയും ശാപം പിടിച്ചവരാരും കാണത്തില്ല കേട്ടോ, അതുപോലെ കേസ് പിടിച്ചവരാണ്. നമ്മളെയൊക്കെ ദൈവം എവിടെയെങ്കിലുമൊക്കെ വേരുകളുള്ളതിനെ പിടിതു കളഞ്ഞാൽ മതി. നമ്മളെയൊക്കെ ചില കുടുംബങ്ങളുണ്ട്, ചില കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവവചനത്തിൽ അല്ലെങ്കിൽ വിശ്വാസ സഭയ്ക്കകത്ത് തന്നെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ആകുന്നത്, എങ്ങനെയാണ് വിടുതൽ. ഓക്കെ, ഏതൊക്കെ രീതികളിലെ വിടുതൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ശാപങ്ങൾക്ക് റൂട്ടുണ്ടോ? ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു? ശാപങ്ങൾക്ക് റൂട്ടുണ്ടോ? അടുത്തത്, എങ്ങനെ ശാപങ്ങൾ ആരിൽ കൂടെയൊക്കെ നമ്മുടെ മീതെ കടന്നു വരാം, ആരിൽ കൂടെയൊക്കെ ഇത് പഠിപ്പിക്കാം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ, ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഈ ചാപ്റ്ററുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ലീഗൽ റൂട്ടുകൾ, ലാൻഡുകളിൽ നിന്ന് ശാപങ്ങൾ വരാം. ഞാൻ ഈ ക്ലാസ് ഒരിക്കൽ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഇതൊക്കെ എടുക്കാം. രണ്ട് ഇസ്രായേൽ മക്കളുടെ ബൈബിളാണ് നിങ്ങളെ മൊത്തം ബൈബിളിൻ്റെ ആഴത്തിൽ പഠിപ്പിക്കുക. ഇവിടം തൊട്ടൊരു 15 അത്രയും പഠിപ്പിച്ചിട്ട് വന്ന് ഇവിടം തൊട്ടൊരു 15 ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകും. രണ്ട് ജനറേഷണൽ കേഴ്സസ്, ബൈബിൾ എന്ത് പറയുന്നു, ട്രഡീഷണൽ ഇങ്ങനെ തുടങ്ങിയിട്ട് 15 ടൈറ്റിൽ എഴുതി കഴിഞ്ഞിട്ട് 15 കൂട്ടം എഴുതി. ഇനി ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുമോ, അതിൻ്റെ എക്സ്പ്ലനേഷനും വാക്യങ്ങളും ശാപങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ ഇതിനകത്തൊന്ന് വിടുതലെടുക്കാം, ഒന്നാമത്തെ ചാപ്റ്റർ അതിൻ്റെ റീസൺ എന്തുവാ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ രണ്ടാമത്തെ കാര്യങ്ങളിലേക്ക് വരും. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കും, പ്രാർത്ഥിക്കും. ഓരോന്നിനെ ആഴത്തിൽ വേരോടെ പിഴുത് കളയാതെ നിങ്ങളുടെ ലൈഫ് ഉയരത്തില്ല. നിങ്ങൾക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ, എത്ര കഴിവുകളുണ്ടെങ്കിൽ, എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും, എത്ര കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും, എത്ര ആഴത്തിലുള്ളതുണ്ടെങ്കിലും, ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ, നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ വിടുതലുകൾ നടക്കാതെ, കെട്ടുകൾ പൊട്ടാതെ, ആത്മീകമായി കെട്ട് പൊട്ടാതെ, ഭൗതികമായി നിങ്ങളുടെ ലൈഫ് ഉയർച്ച നടക്കത്തില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇത്ര ഇൻട്രൊഡക്ഷൻ ഇട്ടു, ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ പോകും. നമ്മുടെ ആ ഒരൊറ്റ കാര്യം, നമ്മൾ ചിന്തിച്ച ഒരൊറ്റ കാര്യം മാത്രം നോക്കിയേ, ആ സ്ട്രക്ചർ എന്നുള്ളത് കാര്യം മാത്രം നിങ്ങൾ, ഇത് ഒന്നാമത്തെ ചാപ്റ്ററായേ ഉള്ളൂ കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 70 സ്ലൈഡുകളുണ്ട്, 70 സ്ലൈഡുകൾ. ചില വീട്ടിൽ തുടർമാനമായിട്ട് നടക്കുന്ന ഡൈവോഴ്സ്, സൂയിസൈഡ്, സ്പിരിച്വൽ അറ്റാക്ക്, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് പഠിക്കാം. അകാല മരണങ്ങൾ, ആത്മഹത്യകൾ, ഉയർച്ചയില്ലായ്മ, ഇവയെല്ലാം. ചില വീടുകളിൽ രോഗമാണ്, മരുന്നില്ലാത്ത രോഗങ്ങൾ, മരുന്നില്ല. ആ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ മെഡിക്കൽ പ്രകാരമുള്ള ലിസ്റ്റ് കാണിച്ചാൽ ഒരു മരുന്നില്ലാത്ത രോഗങ്ങൾ. ചില വീട്ടിൽ സമയത്തിൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി കുടുംബത്തിൽ ഒരു സൈക്കിൾ കാണും. 1 വർഷം 2 വർഷം കൂടിയിരിക്കും ഓരോരുത്തർ മരിക്കും. 2 വർഷം കൂടിയിരിക്കും ഓരോരുത്തർ ആ വീട്ടിൽ ആക്സിഡൻറ്റിൽ പെടും, അല്ലെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ട്. ചില വീടുകളിൽ 2 വർഷം കൂടിയിരിക്കും അവരുടെ വീട്ടിൽ തകർച്ചയാണ്, അല്ലെങ്കിൽ 5 വർഷം. ഒരേ പാറ്റേൺ കാണാം. അതിനെ ബ്രേക്ക് ചെയ്യണം. ടൈമിൻ്റെ പ്രശ്നം ബൈബിളിൽ കിടക്കാൻ നമുക്ക് കാണാം. ചില വീട്ടിൽ വേറെ സ്വഭാവത്തിൻ്റെ പ്രശ്നം, ആ വീട്ടിലുള്ളതെല്ലാം സ്വഭാവത്തിൽ തകർന്നു. ഞാൻ ആ ഒരു ക്ലാസ് കൂടെ എടുത്തിട്ടുണ്ട്, ഒരു ജീനിയോളജിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ജീനിയോളജി പഠിപ്പിച്ചപ്പോൾ എടുത്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശലോമോൻ്റെ ലൈൻ തകർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു അല്ലേ. സ്വഭാവം ഇങ്ങനെ ഓരോന്ന് പഠിക്കാം, എന്നിട്ട് അതിനെ വേരോടെ പിടിത് കളയണം. എന്നിട്ട് വചനം പഠിച്ചങ്ങോട്ട് ഉയരണം. മാറ്റേണ്ടതിനെ മാറ്റണം, പഠിക്കേണ്ടത് പഠിക്കണം. കേൾക്കുന്നുണ്ടോ? മാറ്റേണ്ടത് മാറ്റണം, പഠിക്കേണ്ടത് പഠിക്കണം. അങ്ങോട്ട് ഉയരണം. വചനവും പരിശുദ്ധാത്മാവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു വ്യക്തിക്ക് കേട്ടോ. ഞാൻ എത്ര പ്രസംഗിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന് എൻകൗണ്ടർ നടക്കാത്തിടത്തോളം കാലം വിടുതലില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ വിടുവിക്കുന്നതാണ്, വചനം നമ്മളെ വിടുവിക്കുന്നതാണ്. നിങ്ങൾ ഇന്ന് ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ അപ്പനും അമ്മയിൽ കൂടെ കിട്ടിയ ഫിസിക്കൽ സ്ട്രക്ചർ, എൻ്റെ അപ്പനും അമ്മയിൽ കൂടെ കിട്ടിയ സൈക്കോളജിക്കൽ സ്ട്രക്ചർ,
എൻ്റെ അമ്മയിൽ കൂടെ അപ്പനിൽ കൂടെ കിട്ടിയ പാറ്റേൺ. ഞാൻ ഇതിനൊക്കെ ഉദാഹരണം, എൻ്റെ മനസ്സിൽ ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ബാംഗ്ലൂരിലുള്ളതും കേരളത്തിലുള്ളതുമായിട്ടുള്ള ചില വ്യക്തികളുടെ കെട്ടുപൊട്ടി ആ വീട്ടിലെ മക്കൾ കടന്നുപോയി. അവർ തിരിച്ചറിഞ്ഞു, ചെറുപ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവർ മൊത്തം ഇന്നും കിടപ്പുണ്ട്. ഒരെണ്ണത്തിൻ്റെ കെട്ടുപൊട്ട. പണ്ട് ആ വീട്ടിലെ ഒന്നും മനസ്സിലാകുന്നു. പണ്ട് ആ വീട്ടിലെ അപ്പൻ ഓട്ടോ ഓടിക്കുമായിരുന്നു. ഇന്ന് ആ വീട്ടിലെ ഒരു മോന് കാർ ഓടിക്കുക. ഡ്രൈവിങ്ങിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പണ്ട് ഡ്രൈവിങ്ങിൽ ഒരാൾ ഓട്ടോ ആയിരുന്നു ഓടിച്ചോണ്ടിരുന്നത്, ഇപ്പം കാർ ഓടിക്കും. 4 ഏക്കർ. നിന്റെ നിലവാരം, നീ നിന്ന് ഡ്രൈവറാണ്. ഒരു നിലവാരം വന്നിട്ടില്ല. പക്ഷെ ആ വീട്ടിലെ ഒരു മകൻ ഇത് തിരിച്ചറിഞ്ഞ് അവൻ ദൈവസ്ഥലിൽ തീരുമാനമെടുക്കുക. ചെയ്യേണ്ടത് ദൈവം പറഞ്ഞത് പോയി ചെയ്തു. ആ വ്യക്തിയുടെ നിലവാരം ഉയർന്ന് ഇന്ന് ലോകം അറിയപ്പെടുന്ന ദൈവവൃത്യനാക്കി മാറ്റി. ഞാൻ പേര് പറയുന്നില്ല, ലോകം അറിയപ്പെടുന്ന ദൈവദാസനാക്കി മാറ്റി. ഇതൊരാളുടെ ഉദാഹരണം ഞാൻ പേര് പറയാതെ പറഞ്ഞു, കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇങ്ങനെ ഒന്നല്ല പലരുടെയും ജീവിതം. ഈ കെട്ട് പൊട്ടാമെങ്കിൽ, പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കി തരത്തില്ല. പിശാച് ഇത് മനസ്സിലാക്കി തരത്തില്ല. പഠിപ്പിക്കുന്നവരെല്ലാം പറയുന്നതാണ്, വേറെ ഏത് വിഷയത്തോടും ഒരു പ്രശ്നവുമില്ല, പക്ഷെ ഈ വിഷയം പഠിപ്പിക്കുമ്പം എന്തെങ്കിലും ഗുലുമാല. കാരണം ഈ വിഷയം പിശാച് ആ വ്യക്തികളെ അറിയിക്കാതിരിക്കാൻ ആവുന്ന അവർ ശ്രമിക്കും. കാരണം ശ്രമിച്ചു കഴിഞ്ഞാൽ റൂട്ട് പിഴുതു പോവാം. റൂട്ട് അല്പം ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നെങ്കിലും നിന്നെ ഞാൻ പിടിച്ചോളൂ. പക്ഷെ റൂട്ട് ഉൾപ്പെടെ പിഴുതു കളഞ്ഞാലോ? കർത്താവ് സ്വാതന്ത്ര്യം വരുത്തിയാൽ അല്പ സ്വാതന്ത്ര്യമല്ല, പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ മൈൻഡ് ഫ്രീ ആകും, നിങ്ങളുടെ ഇമോഷൻസ്, എവറിത്തിങ്. നമ്മളെ ദൈവം വിളിച്ചത് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാനും യേശുവിനെ പോലാകാനോ. അതെങ്ങനെ ആക്കുന്നേ? വചനം പഠിപ്പിച്ചാക്കുന്നത്, മരുന്ന് തന്നല്ല ആക്കുന്നത്. അവൻ്റെ പരിശുദ്ധാത്മാവും അവൻ്റെ വചനവും. ഇസ്രായേൽ മക്കളെ എങ്ങനെ കർത്താവ് മരുഭൂമിയിൽ കൂടെ നടത്തിയപ്പോൾ എന്താ അവർക്ക് കൊടുത്തേ? മന്നായും വചനവും. നീ ദിവ്യ സന്തതിക്ക്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം. പ്രാർത്ഥിക്കാം. നോക്കി, ചിലതൊന്നും വെളിപ്പെട്ട് വരത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം വെളിപ്പെട്ട് വരാൻ. കേട്ടോ, വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിക്കണം. ചിലത് നമ്മുടെ മുമ്പിൽ മറഞ്ഞു കിടക്കും, പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്വപ്നങ്ങളിൽ കൂടെ, ദർശനങ്ങളിൽ കൂടെ, വചനത്തിൽ കൂടെ ആഴത്തിൽ വെളിപ്പെട്ട് വന്നു നിങ്ങളുടെ ജീവിതത്തിന് നിലവാരത്തെ ദൈവം മാറ്റും. ദൈവം നിങ്ങളെ പണിയും. കർത്താവിനെ പോലെ, കർത്താവിൻ്റെ നിത്യതയ്ക്ക് നമ്മളെ കൊള്ളാവുന്നവരാക്കി ആഴത്തിൽ നമ്മളെ പണിയും. പിതാക്കന്മാർക്കും മാതാക്കൾക്കും പറ്റിയ ആ കുറ്റിയിൽ കെട്ടിക്കിടക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ എവറി ഏരിയാസിൽ, ലൈഫിൻ്റെ എല്ലാ ഏരിയകളിലും വിടുതൽ നടക്കട്ടെ. പ്രാർത്ഥിച്ചേ. ഈ ആദ്യത്തെ നിമിഷങ്ങളിൽ തന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പിൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഒരു തുറന്ന പാത്രം പോലെ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഓടി വരിക. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ പിടിച്ചു കെട്ടിയ രോഗശക്തി, ഞങ്ങളുടെ മാതാപിതാക്കളെ പിടിച്ചു കെട്ടിയ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ ശാപങ്ങളുടെ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും പിടിച്ചു കെട്ടാതെ ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാൽ നിങ്ങളുടെ രക്തത്തിൽ വരെ സൗഖ്യം നടക്കും. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ മേഖലകളിൽ സൗഖ്യമാക്കും. വചനത്തിൻ്റെ പ്രത്യേകത, വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും, ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കുന്നിടം വരെ തുളച്ചു കീർത്ത. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ നിന്റെ ബ്ലഡിനകത്തുള്ള DNA-യും ക്രോമസോമിനെയും എല്ലാത്തിനെയും, അല്ലേ, T21-നെയും T22-നെയും 23-യെ എല്ലാത്തിനെയും തുളച്ചു കയറാൻ പറ്റുന്ന വചനം. യേശുവിൻ്റെ നാമത്തിൽ ആഴത്തിലൊരു സൗഖ്യം, ആത്മീകമായി ഭൗതികമായി ആഴത്തിലൊരു സൗഖ്യം എൽബദൽ ഏജിയുടെ മീതെ കർത്താവ് പകരണമേ. കർത്താവെ, ഇത് കേൾക്കുന്ന ദൈവമക്കളുടെ മീതെ പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങാണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ അപ്പ. ഈ ക്ലാസ്സുകളും സഭയും മുഴുവനും അങ്ങയുടെ വചനം കൊണ്ട് നിറയ്ക്കണമേ അപ്പ. അങ്ങയുടെ ജനം, കടന്നു വരുന്ന ജനത്തിൻ്റെ ചിന്തകളിൽ വെളിച്ചമുണ്ടാകട്ടെ. കടന്നു വരുന്ന ജനത്തിൻ്റെ ചിന്തകളിൽ കർത്താവേ ജീവൻ ഉണ്ടാകട്ടെ. കടന്നു വരുന്ന ജനത്തിൻ്റെ ചിന്തകളിലും ആത്മാവിലും വിശ്വാസം കർത്താവ് സ്റ്റേറപ്പ് ആകട്ടെ, വിശ്വാസം ജ്വലിക്കട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവേ തടസ്സമായി നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള വൈകാരിക മേഖലകളെ തകർത്ത് കളഞ്ഞ് കർത്താവിന് വേണ്ടി ചുവടുവെക്കാനുള്ള ജീവനും ബലവും കൊടുക്കണമേ.
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടുവാൻ അങ്ങയുടെ ജനത്തെ അതിനു വേണ്ടി ഒരുക്കണമേ, കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കാവൽ ഞങ്ങൾ ചോദിക്കുന്നു. എതിരുകളെയും എതിർ പ്രാർത്ഥനകളെയും എല്ലാ ശത്രുവിന്റെ ശക്തികളെയും പ്രാർത്ഥനകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുട്ടിന്റെ പ്രവർത്തനങ്ങളെ മുഴുവനും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. അവയെ ഞങ്ങൾ തകർത്ത് കളയുന്നു. അങ്ങയുടെ ജയത്തെ, അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയെ അങ്ങയുടെ ജനത്തിലേക്ക് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, കാവലുണ്ടാകട്ടെ. മഹത്വം ദൈവം എടുക്കണമേ. തവയെ തുടർന്ന് നടക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെ മേലും അങ്ങയുടെ വലിയ സഹായം ചോദിക്കും. ശുശ്രൂഷിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമേ. കർത്താവ്, അടിയനെ നാവോട് കൂടെ ഇരിക്കണേ, ഹൃദയത്തോട് കൂടെ ഇരിക്കണേ, കുടുംബത്തോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണേ, സഭയുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. കൃപയിൽ പൊതിയണേ. അപ്പം മഹത്വം ദൈവം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടു കൂടെ പോകാം. നമ്മുടെ സഭയെ മുറ്റുമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ,